നമസ്കാരം. 3 മാസമായി ഇസ്രായേൽ ഉപരോധം നേരിടുന്ന ഫലസ്തീനികൾക്ക് സഹായവുമായി പുറപ്പെട്ട മിഡ്ലൈൻ കപ്പൽ ഇന്ന് ഗാസ തീരത്തടുക്കും. ഞായറാഴ്ച ഉച്ചയോടെ കപ്പൽ ഈജിപ്ത് തീരത്തെത്തി. പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുംബർഗിന്റെ നേതൃത്വത്തിലാണ് 12 സന്നദ്ധ പ്രവർത്തകർ സഹായവുമായി എത്തുന്നത്. ഗാസയിൽ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ഉപരോധം മറികടക്കുമെന്നും ഗാസയിലേക്ക് മാനുഷിക സഹായ വിതരണ ഇടനാഴി തുറക്കുമെന്നും തുംബർഗ് പറഞ്ഞു. ഫ്രാൻസിൽ നിന്നുള്ള യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അംഗം റിമ ഹസൻ, ചലച്ചിത്ര നടൻ ലിയൻ കണ്ണിഹാം, ജർമ്മൻ മനുഷ്യാവകാശ പ്രവർത്തക യാസ്മിൻ അഗാർ എന്നിവരും യാത്രാ സംഘത്തിലുണ്ട്. ഫ്രീ ഗസ മൂവ്മെന്റിന്റെ ഗസ ഫ്രീഡം ഫ്ലോട്ടിലെയാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുള്ള ഉപരോധം മറികടന്ന് സഹായ വിതരണം ചെയ്യുന്നതിനൊപ്പം ഇസ്രായേലിന്റെ മനുഷ്യത്വ വിരുദ്ധമായ നടപടികൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയും യാത്രയുടെ ലക്ഷ്യമാണെന്നും അവർ പറയുന്നു. എന്നാൽ കപ്പൽ തടയുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. മിഡ്ലൈൻ ഗസ തീരത്ത് അടുക്കുന്നത് തടയാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ഹമാസിന്റെ ആയുധകടത്ത് തടയാനുള്ള കടൽ ഉപരോധം മറികടക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മെഡിറ്ററേനിയൻ ദ്വീപിൽ ഇറ്റലിയുടെ ഭാഗമായ സിസിലിയിൽ നിന്ന് ജൂൺ 1 കപ്പൽ യാത്ര തിരിച്ചത്. ഇതിനകം 2000 കിലോമീറ്റർ താണ്ടിയാണ് കപ്പൽ ഈജിപ്ത് തീരത്തെത്തിയത്. മണിക്കൂറുകളോളം ഡ്രോണുകൾ പറത്തി കപ്പൽ യാത്ര ഇസ്രായേൽ നിരീക്ഷിച്ചതായി യാത്രാ സംഘത്തിലെ ഫ്രഞ്ച് ഡോക്ടറും ആക്ടിവിസ്റ്റുമായ ബാപ്റ്റിസ്റ്റ് ആൻഡ്രേ പറഞ്ഞു. മാഡ്ലിൻ എന്ന പായ്ക്കപ്പലിൽ ഗാസയ്ക്ക് വേണ്ട അവശ്യവസ്തുക്കളുമായാണ് ജൂൺ 1 സംഘം പുറപ്പെട്ടത്. ശനിയാഴ്ച മാഡ്ലിൻ ഈജിപ്ഷ്യൻ കടലിലെത്തി. ഈ സാഹചര്യത്തിലാണ് അത് തടയാൻ കാറ്റ്സ് നിർദ്ദേശിച്ചത്. ഗാസയിലേക്കുള്ള കടൽ മാർഗവും ഉപരോധിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഫ്രീഡം ഫ്ലോട്ടിലയുടെ ഗാസയിലേക്കുള്ള ആദ്യ കപ്പൽ മെയിൽ മാൾട്ട തീരത്തിനടുത്ത് ഡ്രോൺ ആക്രമണത്തിനിരയായിരുന്നു. അതിനിടെ തെക്കൻ ഗാസയിൽ 2 ഇടത്ത് ഭക്ഷണം വാങ്ങാനെത്തിയവർക്ക് നേരെ വീണ്ടും വെടിവെപ്പുണ്ടായി. 5 പേർ കൊല്ലപ്പെട്ടു. US പിന്തുണയുള്ള ഇസ്രായേലിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ റാഫേലയും ഖാൻ യൂണിസിലെയും വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് വെടിവെപ്പുണ്ടായത്. സൈന്യത്തിന് നേരെ വന്നവരെയാണ് സംശയം തോന്നിയതിനെ തുടർന്ന് വെടിവെച്ചതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. അതേസമയം ദക്ഷിണ ഇസ്രായേലിൽ 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ ഫലസ്തീൻ ഭീകര സംഘടനയുടെ നേതാവിനെ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു. ഫലസ്തീൻ മുജാഹിദീൻ പ്രസ്ഥാനത്തെയും സായുധ വിഭാഗമായ മുജാഹിദീൻ ബ്രിഗേഡ്സിനെയും നയിച്ചിരുന്ന അസദ് അബു ഷെരിയെ വധിച്ചതായിട്ടാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത്. ഗാസയിൽ ഹമാസുമായി സഹകരിക്കുന്ന ചെറു ഗ്രൂപ്പായ മുജാഹിദീൻ ബ്രിഗേഡ്സിന്റെ തലവനാണ് അസദ് അബു ഷെരിയ. ഗ്രൂപ്പിലെ മുതിർന്ന പ്രവർത്തകനായ മഹ്മൂദ് കഹീലും നഗരത്തിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഗാസ മുനമ്പിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലുമാണ് മുജാഹിദീൻ ബ്രിഗേഡുകൾ പ്രവർത്തിക്കുന്നത്. അസദ് അബു ഷെരിയയുടെയും മഹ്മൂദ് കഹീലിന്റെയും മരണം മുജാഹിദീൻ ബ്രിഗേഡുകൾ സ്ഥിരീകരിച്ചു. അസദ് അബു ഷെരിയയെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിൽ 30-ലധികം പേർ മരിച്ചതായി ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മഹ്മൂദ് കഹീലിനെ കൊലപ്പെടുത്തിയ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും മറ്റ് കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. ഇസ്രായേലിലെ ഷിൻബെറ്റ് സുരക്ഷാ ഏജൻസിയുമായി ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനിലാണ് ഷെരിയെ വധിച്ചത്. അസദ് അബു ഷെരിയയുടെയും സഹോദരൻ അഹമ്മദ് അബു ഷെരിയയുടെയും മരണം സംഘടന സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗസ സിറ്റിയിലെ സബ്ര മേഖലയിലുള്ള ഷെരിയയുടെ കുടുംബ വീട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി സിവിൽ ഡിഫൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കുറഞ്ഞത് 15 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹമാസ് നിയന്ത്രണത്തിലുള്ള അൽ-അക്സ TV റിപ്പോർട്ട് ചെയ്യുന്നു. ഒക്ടോബർ 7 അതിക്രമിച്ചു കയറിയ ഭീകരവാദ നേതാക്കളിൽ ഒരാളായിരുന്നു ഷെരിയെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഹമാസിനും മറ്റ് ഫലസ്തീൻ ഭീകരവാദ ഗ്രൂപ്പുകൾക്കുമൊപ്പം മുജാഹിദീൻ ബ്രിഗേഡ്സും ഒക്ടോബർ 7 നടന്ന ആക്രമണങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഗസ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് നയിച്ച ഈ ക്രൂരമായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ബന്ദികളാക്കപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം ഇസ്രായേൽ അധിനിവേശത്തെ ചെറുക്കുക, സായുധ പോരാട്ടത്തിലൂടെ ഫലസ്തീൻ സ്വാതന്ത്ര്യം നേടുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് 1970-കളുടെ തുടക്കത്തിൽ മുജാഹിദീൻ ബ്രിഗേഡുകൾ പ്രവർത്തനം ആരംഭിച്ചത്. ഹമാസുമായി പതിവായി സഹകരിക്കുന്ന ഇവർ ചെറിയ ആയുധങ്ങൾ, റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ, പ്രാദേശികമായി നിർമ്മിച്ച ഹ്രസ്വ ദൂര റോക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ചാണ് ആക്രമണങ്ങൾ നടത്തുന്നത്.